ആപ്കി അദാലത്തിൽ മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ ഹിമേഷ് രേഷ്മയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം എപ്പോഴും വെള്ളത്തിലാണ് എന്നുള്ളതാണ്. ഹിമേഷ്, പലരും പറയാറുണ്ട് താങ്കൾ പാട്ട് പാടുന്ന സമയത്ത് ജലക് ദിഗ്ലാജ, ദിവസവും രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് താങ്കൾ താങ്കളുടെ മുഖം കണ്ട് ഇങ്ങനെ പാടാറുണ്ടോ, ജലക് ദിഗ്ലാജ എന്ന്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ആൻഡ് ലക്കിലി ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ പ്രൊഫഷനാണ് എൻ്റെ ഹോബി. 19 മണിക്കൂർ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രൊഫഷനോട് എനിക്ക് അത്ര ആത്മാർത്ഥതയാണ്. എൻ്റെ പാഷനോടുള്ള ഈ ആത്മാർത്ഥത കാരണം ചില കാര്യങ്ങളിൽ ഞാൻ അബ്സസ്ഡ് ആവാറുണ്ട്. പക്ഷേ ആരെയും ഞാൻ താഴ്ത്തി പറഞ്ഞിട്ടില്ല. പക്ഷേ മ്യൂസിക്കിനേക്കാൾ സംഗീതത്തിനേക്കാൾ താങ്കളുടെ മുഖത്ത് ശ്രദ്ധ കൊടുക്കുന്നു, താടിയിൽ ശ്രദ്ധ കൊടുക്കുന്നു, തലയിൽ വെക്കുന്ന തൊപ്പിയിൽ ശ്രദ്ധ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലുക്ക് ഇത് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ചിലപ്പോൾ നേരെ മറിച്ചുമായിരിക്കാം. നിങ്ങൾ ഒബ്സഷനെക്കുറിച്ച് പറയുന്നു. അതായത് യഥാർത്ഥത്തിൽ എൻ്റെ മ്യൂസിക്കിലൂടെയാണ് ഇതെല്ലാം ശരിക്കു പറഞ്ഞാൽ പുറത്തു വരുന്നത്. ഒരുപക്ഷെ മ്യൂസിക് വീക്കായി വോയിസ് വർക്കായില്ലെങ്കിൽ ഈ ലുക്ക് ഇതും വർക്കാവില്ല. ഏതോ ഒരു വിധത്തിൽ ഇതെല്ലാം അതിൻ്റെ അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ എല്ലാം വർക്കൗട്ടാവും. ആ സമയത്ത് ഇതെല്ലാം ചർച്ച ചെയ്ത് ജനങ്ങൾ അതിനെ വലുതാക്കി ഒരു ലെവലിലേക്ക് കൊണ്ടുപോകും. അതർവൈസ് ഇതിൽ വേറൊന്നുമില്ല. ഞാൻ എൻ്റെ വർക്കിൽ അത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ എൻ്റെ ലുക്കിലാണ് അബ്സസ്റ്റ് കാണിക്കുന്നതെങ്കിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. കാരണം എൻ്റെ സ്വന്തം അനിയത്തിയെപ്പോലെ ഒരാളുണ്ട്, രൂപ ജഡ. എനിക്ക് അവരെ വളരെ ബഹുമാനമാണ്. അവരാണ് എനിക്ക് ഈ ലുക്ക് ഡിസൈൻ ചെയ്തു തന്നത്. പ്രശാന്ത് ജഡ എൻ്റെ വീഡിയോയുടെ ഡയറക്ടറാണ്. അദ്ദേഹമാണ് ഈ ലുക്ക് എനിക്ക് തന്നത്. ഈ ക്യാപ്പിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നത്. പറഞ്ഞു വന്നാൽ ഇത് ശരിക്കും ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റായി മാറിയെന്ന് പറയാം. പിന്നെ ഹിമേഷ്, ജനങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്, അവർക്ക് ചോദിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്നവരും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഹിമേഷ് രേഷ്മ ഈ തൊപ്പി എന്തിനു വേണ്ടിയാണ് ധരിക്കുന്നതെന്ന്. ഈ തൊപ്പി ഞാൻ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഞാൻ എപ്പോഴാണ് ഊരുക, ഇതൊക്കെ ചോദിച്ചാൽ ഇതിനുള്ള ഉത്തരം ഞാൻ സുരൂർ ദ മൂവി റിയൽ ലവ് സ്റ്റോറിയിൽ നൽകും. അതിൽ താങ്കൾ തൊപ്പി ഊരി വെക്കൂ? അതിൽ തൊപ്പി അൺഫോൾഡ് ആകാൻ പോവാണ്. ആൻഡ് ഒരു ചെറിയ പോർഷനിൽ, അതായത് റിയൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ഉടനെ അതൊരു ഓട്ടോബയോഗ്രേറ്റഡ് മൂവിയാണെന്ന് പറയാൻ കഴിയില്ല. അതൊരു ഫാസ്റ്റ് ബേസ്ഡ് ത്രില്ലറാണ്. അതിലൊരു റൊമാൻസ് ആംഗിൾ ഉണ്ട്. അത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയാം. ആ ചില മൂമെന്റ്സ് ഔട്ട് ആൻഡ് ഔട്ട് ജീവിതത്തിൽ റൊമാൻസും ഉണ്ട്, പിന്നെ കൊമേഴ്ഷ്യലും ഉണ്ട്. പക്ഷെ ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സിനിമയിൽ അതിനുള്ള ഉത്തരം ഉണ്ടാവും. കുറച്ചുനാൾ മുമ്പ് മ്യൂസിക് ഡയറക്ടർ അനു മാലിക് ഇവിടെ വന്നിരുന്നു. ഈ ഷോയ്ക്ക് വേണ്ടി ഇവിടെയാണ് ഇരുന്നത് അദ്ദേഹം. അനു മാലിക് ഈ ഷോയിൽ വെച്ച് എന്താ പറഞ്ഞെന്ന് വെച്ചാ, എന്റെ തൊപ്പിയാണ് ഹിമേഷ് മോഷ്ടിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അനു മാലിക് ജി ഒരു സീനിയർ മ്യൂസിഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെയേറെ ബഹുമാനമാണ്. ഐ റിയലി റെസ്പെക്ട് ഹിം. ഞാൻ അദ്ദേഹത്തിൻ്റെ തൊപ്പി മോഷ്ടിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ മോഷ്ടിച്ചെന്ന് അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ വാ തുറക്കാൻ ശരിക്കും പറഞ്ഞ പേടിയാണ്. ഞാൻ എന്തു പറഞ്ഞാലും അത് വലിയ പ്രശ്നമായി മാറുന്നൊരു സമയമാണിത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിനും പേടിച്ച് ഉത്തരം പറയുന്നത്, വേറൊന്നുമല്ല. ഈ ഷോക്ക് ഞാൻ വളരെ ഭയന്നിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ഭയം കൂടി. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പേടിക്കണ്ട, ജനങ്ങളുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ജനങ്ങൾ താങ്കളെ സംരക്ഷിച്ചോളൂ, അവർ താങ്കൾക്ക് വേണ്ടി സാക്ഷി പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഐ ഡോണ്ട് നോ തൊപ്പിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ. കാരണം അനു പറഞ്ഞിരുന്നു ഈ ഷൂ ധരിക്കുന്നത്, ഈ ബീഡ്സ് ധരിക്കുന്നത്, ഇതുപോലത്തെ സ്റ്റൈലെല്ലാം റോക്ക് സ്റ്റാർ ആകാൻ വേണ്ടിയാണ്. ആദ്യം ചെയ്തത് ഞാനാണ്. അങ്ങനെ ഒറിജിനൽ റോക്ക് സ്റ്റാർ അനു മാലിക് ആയിരുന്നു. ഇന്ന് താങ്കൾ കോപ്പി അടിച്ചതായിട്ട് പറയുന്നു. ബട്ട് അനുജി അദ്ദേഹത്തെ റോക്ക് സ്റ്റാർ എന്ന് സ്വയം പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും. അതിലൊരു പ്രശ്നമില്ലല്ലോ, അതല്ലേ ശരി. ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നയാളാണ്. തന്നെയുമല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ തൊപ്പി മോഷ്ടിച്ചു എന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം മൂക്കുകൊണ്ട് പാടുന്നയാളല്ലോ. പക്ഷേ ഇത് സത്യമല്ലേ? താങ്കളുടെ ലുക്സിൽ താങ്കൾ എപ്പോഴും കെയർഫുള്ളാണ്. അതായത് താങ്കൾ ഏതെങ്കിലും ഒരു ആൽബം ചെയ്യുകയാണെങ്കിൽ, സുറൂർ പോലെയുള്ള ആൽബം ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് താങ്കൾ കഷ്ടപ്പെട്ട് 8 കിലോയാണ് താങ്കൾ കുറച്ചത്. അതെ, ഞാൻ കുറച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ 10 കിലോ കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫിറ്റ്നസ് പോയിന്റ് ഓഫ് വ്യൂ 80 ബെറ്ററാണ്. എപ്പോഴും ശരീരം ഫിറ്റായി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ആൻഡ് ഓൾവേസ് നമ്മളൊരു ചാലഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം
നമ്മൾ അത് നിറവേറ്റിയേ പറ്റൂ. അല്ലാതെ ഇതെന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയരുത്. നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. ഈ സിനിമ ഇറങ്ങുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടറിയാം, നോക്കാം. പടം കുറച്ച് ലേറ്റാകാം, പക്ഷേ അതിനുള്ള ഏർപ്പാടുകളൊക്കെ താങ്കൾ നേരത്തെ ചെയ്തു. താങ്കളുടെ ഏത് മ്യൂസിക് വീഡിയോ ആണെങ്കിലും ശരി, അതിൽ ഹീറോ വലുതായിട്ട് കാണാൻ പറ്റില്ല, ഹിമേഷിനെ ആയിരിക്കും കാണുന്നത്. അപ്പൊ ഇതിനെ ഒബ്സഷൻ എന്നല്ലേ നമ്മൾ പറയേണ്ടത്? അതായത് ഈ വീഡിയോ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫോറിനിൽ പണ്ടേ ഉള്ളതാണ്. ഇന്ത്യയിലും ഇപ്പോൾ എന്നിലൂടെയാണ് ആദ്യം വരുന്നത്. ഒരു ഭാഗത്ത് ഫിലിമിന്റെ വീഡിയോസ്, മറ്റൊരു ഭാഗത്ത് സിംഗറിന്റെ വീഡിയോസ്, അതിൽ പ്രമോഷൻ ചെയ്യുന്ന പോലെ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പാട്ടിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഡിസിഷൻ എന്റേതല്ല. ഹീറോസ് എന്നെ സപ്പോർട്ട് ചെയ്തു, പിന്നെ ഡയറക്ടർ സപ്പോർട്ട് ചെയ്തു, പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്തു. തന്നെയുമല്ല, ഹീറോസിന് ഇത് കാരണം യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ മ്യൂസിക് കമ്പനി എനിക്കിതിൽ നന്നായി സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനമുണ്ടായിട്ടേ ഉള്ളൂ. ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഒരു കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും വരാതിരുന്നാൽ ബെറ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇത് സത്യമാണോ? താങ്കൾ താങ്കളെ റോക്ക് സ്റ്റാർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് മൈക്കിൾ ജാക്സനെ ഒരു ഐഡിയൽ ആക്കിക്കൊണ്ട് അതുപോലെ എന്തെങ്കിലും? അല്ല, ഐഡിയൽ എന്ന് പറയുന്നത് ഈ റോക്ക് സ്റ്റാർ എന്ന കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഒരു ലെവലിനപ്പുറം യഥാർത്ഥത്തിൽ അക്സെപ്റ്റ് ആവാത്ത രീതിയിലാണ് ഇപ്പോഴും ഉള്ളത്. കുറേശ്ശെയായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്തു. ശരി, അതൊരു സൈഡിൽ ഇരുന്നോട്ടെ. ഒരു സിംഗർ ഒരു ആൽബം ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ വരണം, ഏത് രീതിയിലായിരിക്കണം? പ്രശാന്ത് ശരിക്കും നല്ല വീഡിയോസാണ് ഇതിനുവേണ്ടി സൃഷ്ടിച്ചത്. പാട്ടുകളൊക്കെ വളരെ പോപ്പുലറായി. അതുകൂടാതെ ഷോസൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്ന പോലെ നമ്മുടെ ഇന്ത്യയും പുറകിലല്ലാന്ന് നമുക്ക് തോന്നിത്തുടങ്ങി. അതായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. വെദർ വെമിലി ആയിക്കോട്ടെ, സെന്റർ ഹാവി തിയേറ്റർ ഹോളിവുഡ്, ഇങ്ങനെയുള്ള എല്ലാ അറീനാസിലും ഹോളിവുഡ് ആർട്ടിസ്റ്റാണ് പെർഫോം ചെയ്യുക. അവിടെ പോയി എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. ഇന്ത്യക്കൊരു പേരുണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളെക്കാളും എനിക്ക് ക്രൗഡ് ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയെല്ലാം നടന്നു, സംഭവിച്ചു. ആ കാര്യത്തിൽ എനിക്ക് ശരിക്കും വല്ലാത്ത സ്ട്രെസ് ഉണ്ടായിരുന്നു. അതായത് അത് വളരെ ചാലഞ്ചായിരുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു. താങ്കൾ റോക്ക് സ്റ്റാർ ആകാൻ വേണ്ടി സമയം കൂടുതൽ ചെലവഴിക്കുന്നുണ്ട്, ഡിസൈനിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി കൂടുതൽ സമയം ചെലവാക്കുന്നു, പിന്നെ താങ്കൾ പുറത്തെല്ലാം പോയി ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്കളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ എപ്പോഴാണ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്? മ്യൂസിക് ഞാൻ എന്നും കാലത്ത് 9 മുതൽ 12 വരെ ഒരു 3 പാട്ട് കമ്പോസ് ചെയ്യും ഡെയിലി. അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം യഥാർത്ഥത്തിൽ അതിൻ്റെ രാഗങ്ങളാണ്, സ്വരങ്ങൾ. ആ സ്വരങ്ങൾ വർക്കായില്ലെങ്കിൽ മ്യൂസിക് വർക്കാവില്ല. അതായത് എല്ലാത്തിനേക്കാളും ഏറ്റവും പ്രധാനം, സിംഗറെക്കാളും പ്രധാനം മ്യൂസിക്കാണ്, കമ്പോസിംഗ്. പറയുന്നത് ഈ ഏതെങ്കിലും ഒരു സോപ്പ് ഫാക്ടറിയോ അല്ലെ എണ്ണ ഫാക്ടറിയോ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് നിർമ്മിക്കുന്ന ഫാക്ടറിയിലോ ദിവസവും 3 ബോട്ടിൽ നിർമ്മിക്കുന്ന പോലെയാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സരസ്വതി ദേവിയുടെ അനുഗ്രഹമാണെന്നേ ഞാൻ പറയൂ. ദിവസവും 2-3 പാട്ട് ട്രൈ ചെയ്യും, അത് നടക്കും. അതായത് പലതവണ ഞാൻ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞു, ഇതുവരെ താങ്കൾ 1000 ട്യൂൺ കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1000 പാട്ടുകൾ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സിനിമ ചെയ്യുന്നത് കുറച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹിമേഷ് ഒരു ഷോറൂം പോലെയാണ്, ആർക്ക് എപ്പോ വേണേലും വന്ന് എന്ത് വേണേലും എടുത്തോണ്ട് പോവാം. സർ, മുൻപ് അങ്ങനെയായിരുന്നു. ഇതുപോലെയാണ് ഞാൻ മ്യൂസിക് ഡയറക്ഷനിൽ, അതായത് വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടായിട്ടും അവർക്കെല്ലാം അവരുടേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ, അന്നെനിക്ക് 18-20 വയസ്സ് പ്രായം. മ്യൂസിക് ഡയറക്ടർ, എൻറ്റർ, ഗെറ്റ് സം ഫിലിംസ്. ഞാൻ ഡയറക്റ്റായിട്ട് പ്രൊഡ്യൂസേഴ്സിന് കോൾ ചെയ്യും. എന്റെ സിറ്റിംഗ് റൂമിലേക്ക് വരാൻ പറയും. ഇത് ഞാൻ ചെയ്ത പാട്ടുകളാണ്, ഇത് നിങ്ങളുടെ സിനിമയ്ക്ക് യൂസ് ആവുകയാണെങ്കിൽ പ്ലേസ് ആകുമെന്ന് നോക്കാൻ പറയും. അതായത് സിനിമകളിലെ സിറ്റുവേഷൻ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ നമ്മുടെ ഹിന്ദി സിനിമകളിൽ പുതിയ പുതിയ സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടാവാറില്ല. അതായത് റൊമാൻറ്റിക് പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സോ ഞാൻ ബെസ്റ്റ് ഓഫ് ദ കോമ്പോസിഷനിൽ കഠിനമായി പ്രയത്നിച്ചു. അവർക്കത് പ്ലേ ചെയ്ത് കാണിച്ചു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. പ്രൊഡ്യൂസേഴ്സ്, മ്യൂസിക് കമ്പനീസ്, അവരാ പാട്ട് വാങ്ങിച്ചു. അത് വളരെ സക്സസ്ഫുള്ളായി. സോ ഒരു ഫാക്ടറി പോലെ ഞാൻ വർക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് പറയാം, അതിലൊരു തെറ്റുമില്ല. പക്ഷേ അതിലൂടെ എല്ലാവർക്കും പ്രയോജനമുണ്ടായി എന്നും മനസ്സിലാക്കണം. താങ്കളോട് ഇതുവരെ ആരും ഈ ചോദ്യം ചോദിച്ചില്ലേ? താങ്കൾ മറ്റുള്ളവരുടെ സംഗീതം മോഷ്ടിച്ചാണ് ട്യൂൺസ് ഒക്കെ ഇട്ടത്. ഒരാൾക്ക് ഇത്രയും ട്യൂൺ ഇടാൻ എങ്ങനെ സാധിക്കും? അതായത് ഞാൻ 12-13 വയസ്സ് മുതലേ കമ്പോസ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഇതുവരെ എനിക്ക് മോഷ്ടാവെന്നൊരു പേര് കിട്ടിയിട്ടില്ല. എനിക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്റെ അടുത്ത് ഒറിജിനൽ ഒരുപാട് പാട്ടുകൾ എന്റെ ഉള്ളിലുണ്ട്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ ആ പാട്ടിനെ കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ നമ്മളടുത്ത് പാട്ടില്ല എന്നുള്ളൊരവസ്ഥ വരരുത്. തന്നെയുമല്ല, ഈ പാട്ടുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ എന്നും തോന്നരുത്. പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും നമുക്കിഷ്ടമുള്ള പാട്ട് എവിടെയുണ്ട്, ഇത് നമ്മൾ എടുത്തോട്ടെ എന്ന് ചോദിക്കുന്ന രീതിയിലായിരിക്കണം. മറിച്ച് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതായത് എന്റെ അടുത്ത് ഒരു സിറ്റുവേഷനിൽ തന്നെ 10 ഓപ്ഷനിലുണ്ടാവും പാട്ടുകൾ. അതായത് അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ അറിഞ്ഞു, ഗുജറാത്തിലുള്ള ഒരു ഗ്രാമത്തിൽ ജലക് ദിഗ്രാജ എന്നുള്ള പാട്ട് വരുന്ന സമയത്ത് ആ പാട്ട് കേട്ടാ പ്രേതം വരുമെന്ന്. ജലക് ദിഗ്ലാജ എന്നുള്ള പാട്ട് കേട്ട് പ്രേതം
പ്രേതം വരുന്നു എന്നറിഞ്ഞപ്പോ ഞാനും ശരിക്കും പേടിച്ചുപോയി. അതിനുശേഷം ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്ത മ്യൂസിക് ഡയറക്ടർ മരിച്ചതിന് ശേഷമാണ് ആ പാട്ട് കേട്ട് പ്രേതം വരുന്നതെന്ന് താങ്കൾ അറിഞ്ഞില്ലേ? അല്ല, ആ സോങ് ശരിക്കും എൻ്റെ ഒറിജിനൽ സോങ് ആണ്. അതായത് ആ പ്രേതകഥ ന്യൂസ് ചാനൽസൊക്കെ നേരിട്ട് പോയി അവിടെ കണ്ടതാണ്. അവരവിടെ ചെന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു റൂമർ ഉണ്ടായെന്ന് എനിക്കിതുവരെ അറിയില്ല. പിന്നീട് ആ പാട്ട് എല്ലായിടത്തും പ്ലേ ആയി. പക്ഷെ പ്രേതം വന്നതായി ഒരറിവുമില്ല. ഒരുപക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ഗോസ്റ്റ് ആയിരിക്കാം. അതായിരിക്കും ആ പാട്ട് അത്രയും ഹിറ്റായത്.